ഹലോ. ഹലോ, ആരാണ്? ഇത് ഫസിലാണോ? അതെ, ആരാണ് വിളിക്കുന്നത്? ഇത് സുധീർ ബാബു, പെരിന്തൽമണ്ണ. ഓക്കെ, എന്തായിരുന്നു? പേര് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇജ്ജ് എല്ലാത്തിനും ചോദിച്ചു, എന്താ നിങ്ങൾ പേര് പറയാൻ മടിയാണെന്നൊക്കെ ചോദിച്ചു. അതെ, ചോദിക്കും. അതാണ് നിങ്ങൾ പേര് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കല്ലോ. അതെ, അതുകൊണ്ടാണ് ആയിരം പേര് പറയാൻ കാരണം. ഓക്കെ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ പേര് അല്ല, നിങ്ങള് ആരെ ഫോൺ ചെയ്താലും അവര് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പേര് പറയൂലേ? ഫസലിനെ വിളിച്ചാൽ മാത്രല്ല, നിങ്ങൾ ആരെ വിളിച്ചാലും നിങ്ങൾ പേര് പറയൂല. അല്ല, അതാണ് ചില ആളുകളോട് ചോദിച്ചത് എന്താ പേര് പറഞ്ഞൂടെ, പേരെന്താ പറയാ. എന്നോട് പേര് പറയാത്ത ആളുകളോട് ഞാൻ എന്ത് പറയണം? പിന്നെ ഞാൻ സത്യം അല്ല, ഞാൻ ആ പറഞ്ഞതിനൊന്നും മറുപടി അറിയോ? ഞാൻ എന്നോട് പേര് പറയാത്ത ആളുകളോട് ഞാൻ എന്താ പറയേണ്ടത്? പിന്നെ എന്റെ ആ ഭാഗത്തിന് ഞാനൊരു കുഴപ്പവും പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഏത് ഭാഗത്താ കുഴപ്പമുള്ള പറഞ്ഞോളൂ. ഈ കുഴപ്പമില്ല ഭാഗം ഏതാ അറിയോ? കുഴപ്പമില്ല ഭാഗം വെച്ചാൽ ഞാനിപ്പോ എന്റെ ഒരു ചർച്ച, ഞാൻ എന്റെ ഒരു ഇത് കണ്ടുപോ ഇതില് അതിൽ ഇജ്ജ് പറയുന്നുണ്ട്, ഇന്ത്യ രാജ്യത്ത് ഹിന്ദു ഈ BJP-ക്കാർ RSS-കാർ യാതൊരുവിധ അക്രമങ്ങളും ഇതും കാട്ടണില്ല. പറഞ്ഞതാണല്ലോ. എങ്ങനെ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ RSS-ഉം അതുമാതിരി തന്നെ ഹൈന്ദവ സംഘടനകളായ ഈ വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനത്തെ മാറാപ്പുകളുണ്ടല്ലോ. മാറാപ്പുകൾ എന്നൊക്കെ പറയുന്നത് നിങ്ങളെ സംഘടനയെ കുറിച്ച് പറയുമ്പോ പറയാവോ? നമ്മളൊരു സംഘടനന്റെ പേര് പറഞ്ഞാൽ പോരെ? നിങ്ങൾ എന്തിനാ വെറുതെ ഓരോന്ന് പേര് പറഞ്ഞോളൂ. RSS എന്ന് പറയുന്നത് ഒരു മാറാപ്പാണെന്നുള്ള കാര്യം അനക്കുറിച്ച് പറയാം. ഇല്ല, അറിയൂല. എനിക്കറിയൂല. അറിയില്ല. ഇല്ല, മാറാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല ഭാഷ. നിങ്ങൾ മാറാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല, മാറാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? മാറാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന് തന്നെ അതുപോലെ ആപത്താണ്. അപ്പൊ ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാ? ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതാരാ? ഈ രാജ്യത്തിലെ കുറച്ച് ജനാധിപത്യ വിശ്വാസികള്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾ വോട്ട് ചെയ്യുന്നു. ആർക്ക് വോട്ട് ചെയ്യുന്നു? ആര് പ്രധാനമന്ത്രിക്കാണിപ്പോ? ആരാണ് ഇപ്പൊ പ്രധാനമന്ത്രി? ഇപ്പോഴത്തെ 10 കൊല്ലം കഴിഞ്ഞു. 3-ാം ടേമായി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അല്ലെ? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയുള്ളൂ. അതെ, കിട്ടിയിട്ടുണ്ട്. അതുവരെ ഇന്ത്യ രാജ്യം മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പൊ ഈ 10 കൊല്ലമായിട്ട് ഇന്ത്യ രാജ്യത്ത് വലിയ പുരോഗമനവും കാര്യങ്ങളും. ആരാണ് അങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നത്? അതല്ല, ആരാണ് നിങ്ങളോട് അതൊക്കെ പറഞ്ഞത്? ഞാൻ എന്റെ ഭാഷയിലാണ്. നിങ്ങൾ എന്റെ എത്ര വീഡിയോ കണ്ടിട്ടുണ്ട്? ഞാൻ എന്റെ ഒരുപാട് വീഡിയോ ഉണ്ട്. ഒരുപാട് വീഡിയോ കണ്ടിട്ട് ഞാൻ എവിടെയാണ് 47 ശേഷം ഇന്ത്യ മുന്നോട്ട് പോയില്ല പറഞ്ഞത്? 47 ശേഷം ഇന്ത്യ മുന്നോട്ട് പോയിട്ടില്ല എന്ന് അല്ല ഞാനും ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഈ പറഞ്ഞു വരുന്നതിന്റെ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഇതാണ് ഞാനോട് പറഞ്ഞത്. എന്താണ് നിങ്ങൾ പറയുന്നത്? ഇപ്പോഴാണ് ഈ RSS അതേമാതിരി തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ മാറാപ്പുകാര് ഭരണം തുടങ്ങിയിട്ടാണ് ഒരു കാര്യം. നിങ്ങൾ എന്നോട് മാന്യമായ രീതിയിൽ സംസാരിക്കാനാണെങ്കിൽ വളരെ മാന്യമായിട്ട് തന്നെ നിങ്ങൾ പറയണം. അപ്പൊ മാത്രം എനിക്ക് മാന്യമായിട്ടുള്ള മറുപടി. നിങ്ങൾക്ക് RSS ആ രീതിയിൽ സംസാരിച്ചു പോയപ്പോ എന്തിനാണ് നിങ്ങൾ വെറുതെ വേറെ രീതിയിൽ നിങ്ങൾക്ക് എന്നോട് മറുപടി വേണ്ടേ? അല്ല, നിങ്ങൾക്ക് എന്നോട് മറുപടി വേണോ വേണ്ടേ? നിങ്ങൾക്ക് എന്നോട് മറുപടി വേണോ വേണ്ടേ? അതാണ് ഫാസിലിനോട് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മറുപടി വേണമെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കുക. ഞാൻ കൃത്യമായിട്ട് മറുപടി പറയും. നിങ്ങൾ ചോദിച്ചു. ഫാസിൽ ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു വീഡിയോയിൽ പറഞ്ഞു, പലസ്തീനിലെ ആളുകള് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഹിസ്ബുള്ളാന്റെ കാര്യം, ഹിസ്ബുള്ള പലസ്തീനല്ല, അവിടെയുള്ള ബാക്കിയുള്ള സംഘടനകളൊക്കെ തീവ്രവാദികളാണ്, അല്ലെങ്കിൽ അവര് മറ്റേ ലോകത്തിന് വിനാശകാരികളാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി ഇതൊക്കെ ലോകത്തിന് വിനാശം തന്നെയാണ്, ലോകത്തിന് നാശം തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ഒരു തർക്കമില്ല. അതേമാതിരി തന്നെ ഫാസിലെ ഈ RSS ഇന്ത്യയിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ്? നിങ്ങളെ പേരെന്തായിരുന്നു പറഞ്ഞേ? എന്റെ പേര് സുധീർ. സുധീറിന് ഒരു കാര്യം അറിയോ? ഒന്ന് പറഞ്ഞു കേട്ടോ മറുപടി. അതായത് ഹമാസ് 1000-ലധികം ആളുകളെ കൊല്ലുന്നു. ലബനാൻ ഭരണത്തിന്റെയും, അതായത് ലബനാനിൽ ഒരു ഭരണ സംവിധാനമൊക്കെ ഉണ്ട്. ആ ഭരണ സംവിധാനത്തിന്റെക്കാൾ മുകളിലാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ആയുധങ്ങൾ. ഈ ലബനാൻ സൈന്യത്തെക്കാൾ കൂടുതൽ സൈനിക സംവിധാനം പോലും ഈ ഹിസ്ബുള്ളക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഹമാസ് 1200-ലധികം ആളുകളെ സാധാരണ ചെയ്യുന്നു. അങ്ങനെ ലോകത്തിന് തന്നെ നാശം ഉണ്ടായിക്കൊണ്ടിരിക്കുക. പല പ്രശ്നങ്ങളും പല ഭാഗത്തും നമ്മുടെ രാജ്യത്തിനെതിരുള്ള ലഷ്കർ-ഇ-തോയ്ബയായിട്ട് വരെ ഈ ഹമാസിന് ബന്ധം
അങ്ങനെ ഒരു കൂട്ടക്കൊല നടത്തുന്ന ഒരു ടീമോ RSS നിങ്ങൾക്ക് എന്താ നാണല്ലേ ഇങ്ങനെ പറയാന്? അല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചട്ടെ, നിനക്ക് ഇങ്ങനെ പറയുന്നതാണല്ലേ? എന്താണ് നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു അക്രമം ഈ RSS നടത്തുന്നില്ല എന്ന് പറയാൻ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അപ്പുറം നിങ്ങൾക്ക് എന്ത് തെളിവാണ്? ഒക്കെ മാധ്യമ സൃഷ്ടിയ. അല്ല, നിങ്ങൾ എന്താണെന്ന് പറയൂ. നിങ്ങൾക്ക് എന്താണ് RSSനെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടൊന്ന് പറയൂ, കേൾക്കാൻ വേണ്ടിട്ടാണ്, എനിക്ക് മനസ്സിലാക്കാം. ഇന്ത്യ രാജ്യത്ത് ബീഫിന്റെ പേരിൽ എത്ര കൊലപാതകങ്ങൾ അത് RSS ആണോ ചെയ്തിട്ടുള്ളത്? ആരപ്പനെ ചെയ്തിട്ടുള്ളത്? മറ്റേ ആരാണ് പറഞ്ഞത്? അല്ലെങ്കിൽ താലിബാനാണോ? അല്ല, RSS ആണത് ചെയ്തതെന്നും RSSന്റെ അംഗങ്ങളാണ് അത് ചെയ്തത് നിങ്ങളോട് ആരാ പറഞ്ഞത്? അല്ല, ഞാൻ നിങ്ങൾക്കൊരു ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ലേ? ഞാൻ പറയട്ടെ, നമ്മൾ ലോകസ്ഥിതിക്ക് പറയാം. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ സൈലന്റ് ആയിട്ട് കുറച്ചു നേരം കേട്ടു, ഓക്കെ അല്ലേ? ഞാൻ കേൾക്കണോ? ഞാൻ കേൾക്കാം, നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ഈ RSS സംഘപരിവാർ ശക്തികളല്ല, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികളല്ല ഈ അക്കിലത്ത് തൊട്ട് മുതലുള്ള ആളുകളെ കൊന്നത് എന്നുള്ള കാര്യത്തിന് ഈ പറയുന്ന നിങ്ങളെ എന്താ തെളിവ് കൊലപ്പെടുത്തിയല്ലേ? അല്ല, നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവ്? ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഇവിടെ ഭീകരവാദികളൊക്കെ മാതിരിയുള്ള ഒരു സംഘടന ആണെങ്കിൽ ഈ രാജ്യം എന്നോ കുട്ടിച്ചോറാവില്ല. ഈ രാജ്യത്ത് പുരോഗതി, ഈ രാജ്യത്ത് നന്മ, ഈ രാജ്യത്ത് വലിയ സംവിധാനങ്ങളൊക്കെ ആയിട്ട് രാജ്യം മേലോട്ടല്ലേ? ഈ ഹമാസ് ഹിസ്ബുള്ളയൊക്കെയുള്ള രാജ്യം ഇങ്ങനെ നേരെ താഴോട്ടല്ലേ? ആ രാജ്യത്ത് സമാധാനം ഉണ്ടോ? സ്വാതന്ത്ര്യം ഉണ്ടോ? ഇറാൻ, ഇറാഖ്, സിറിയ ഈ സ്ഥലത്തൊക്കെ ഭീകരവാദ സംഘടനകളുണ്ട്. ഈ രാജ്യമൊക്കെ ലോകത്തിന്റെ താഴോട്ടല്ലേ? നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു ഭീകരവാദ സംഘടനയാണ് നമ്മുടെ രാജ്യം എങ്ങോട്ടാ പോവുക? നമ്മുടെ രാജ്യം പിന്നെ എങ്ങോട്ടാ പോവാ? നിങ്ങളോട് ഞാനൊരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. നമ്മുടെ രാജ്യം ഇനി എങ്ങോട്ടാ പോവല്ലത്? നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്ക് സമാധാനമല്ലേ? നിങ്ങൾ ഗാസൻ ജനതനെ കണ്ടോ? ലോകത്ത് എത്ര സ്ഥലത്താ ബുദ്ധിമുട്ടായിട്ട് ജീവിതമായിട്ട് ആളുകൾ മുന്നോട്ട് പോകുന്നത്? നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ സമാധാനത്തിൽ ഫസലിനെ വിളിച്ചിട്ട് അഭിപ്രായങ്ങൾ സംസാരിക്കല്ലേ? ഇതിലും അപ്പുറം സ്വാതന്ത്ര്യവും ഇതിലും അപ്പുറം സൗകര്യവും ഒക്കെ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ രാജ്യം ലോകത്ത് ശാസ്ത്ര മേഖലയിൽ വരെ വലിയ മുന്നിൽ. നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് മറുപടി പറയാൻ പറഞ്ഞാൽ അതുവരെ ഞാൻ കേട്ടോളാം, പറഞ്ഞോളൂ. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇത് ഇന്നും ഇന്നലെയും മിഞ്ഞാന്നും നാലാന്നും അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന അന്നല്ലത് ജനാധിപത്യ രാഷ്ട്രമായി മാറിയിട്ടുണ്ട്. ഇത് അതിന്റെ മുന്നേ തന്നെ ഇത് 1947 തൊട്ട് മുതൽ ഇത് ജനാധിപത്യ രാഷ്ട്രമായിട്ട് പോകുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യം. അല്ലാതെ ഗൾഫത്തെ മാതിരി രാജഭരണം അല്ലെങ്കിൽ ഈ സിറിയ, ഇറാഖ്, മറ്റുള്ള നാടുകളെ മാതിരി അവിടെ രാഷ്ട്രഭരണം അല്ലെങ്കിൽ വേറെ രാജ്യഭരണം മറ്റൊന്നും അല്ലല്ലോ ഇന്ത്യ രാജ്യത്ത്. ഭീകരഭരണമാണ് അവിടെയൊക്കെ. അത് ഫാസിലിന്റെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞു. അല്ല, മാസൊക്കെ ഭരിക്കുന്ന ഭീകരല്ലേ? അല്ല, ഫാസിലിന് ഞാൻ ഒന്നും ഉണ്ടാവുള്ളൂ. ഫാസിലിന്റെ ഇതെന്താ വെച്ചാൽ ഫസലിന്റെ ഓരോ ഇതും ഞാൻ കേൾക്കുമ്പോ ഫസലിനുള്ളത് എന്താ വെച്ചാല് മുസ്ലിങ്ങൾ എവിടെയൊക്കെ ഭരണാധികാരികളായിട്ടുണ്ടോ, മുസ്ലിങ്ങൾ എവിടെ നിങ്ങൾ പറയുമ്പോ ഞാൻ കേൾക്കുന്നില്ല, ഞാൻ പറയുന്നത് കേട്ടൂടെ? അല്ല, അവരൊക്കെ ഭീകരവാദികള്. മറ്റുള്ളത് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്ത് വേട്ട നടന്നാലും ഓലൊക്കെ ചെയ്യുന്നത് നല്ല അമലായിട്ടാണ് ഫസലിന് തെറ്റിദ്ധാരണയാണ്. ഒരു തെറ്റിദ്ധാരണ. ഞാൻ പറയട്ടെ, എനിക്ക് അവസരം തരുമോ? നിങ്ങൾ പറയാം. ഞാൻ ഇതുകൂടി പറഞ്ഞു നിർത്തുന്നത് പറയാം. ഞാൻ എവിടെയും നിങ്ങളെ ദീലാണ് എവിടെയും നിങ്ങൾ മുസൽമാനെ സപ്പോർട്ട് ചെയ്ത് കണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലുള്ള മുസൽമാനെ സപ്പോർട്ട് ചെയ്താണ്ട് ഒരു വർത്താനം പറയണോ ഞാൻ കേട്ടിട്ടില്ല. ഇനി പറയട്ടെ? അതെന്താണ് പറയട്ടെ? ഇനി ഞാൻ പറയുമ്പോ നിങ്ങൾ കേൾക്കൂലേ? ഒന്ന്, ഞാൻ സൗദി അറേബ്യനെ എതിർക്കാറില്ല, UAE എതിർക്കാറില്ല, ഗൾഫ് രാജ്യങ്ങൾ സമാധാനത്തിൽ പലസ്തീൻ അനുകൂല പ്രകടനം പോലും സമ്മതിക്കാത്ത അറബ് രാജ്യങ്ങളെ ഞാൻ ഒരിക്കലും എതിർക്കാറില്ല. മനസ്സിലായോ? അത് മുസ്ലിങ്ങളല്ലേ? സൗദി അറേബ്യയിൽ മുസ്ലിങ്ങളല്ലേ? MBS മുസ്ലിം അല്ലേ? MBSും ഇസ്രായേലും ഒരുമിക്കുന്നു, സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദിനെ കാണാൻ സൗദി അറേബ്യയിൽ നിന്ന് ആളുകൾ വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. നരേന്ദ്രമോദി കുവൈത്തിൽ പോയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. നരേന്ദ്രമോദിയും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ തുറന്നു പറയാറുണ്ട്. നരേന്ദ്രമോദി എന്ന വ്യക്തിയിലപ്പുറം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയായിട്ട് ലോക മുസ്ലിം രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതൊക്കെ ഞാൻ തുറന്നു കാണിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം, അല്ലെങ്കിൽ എന്റെ
വീഡിയോകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഞാൻ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ എന്നൊന്നും നോക്കിയിട്ടല്ല വീഡിയോ ചെയ്യാത്തത്, നിങ്ങൾ ചെയ്യാറുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഞാൻ എല്ലാ ആളുകളും നന്മയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയാറുണ്ട്. നിങ്ങൾക്കെതിരുള്ളത് മാത്രം തോന്നുന്നു, അത് നിങ്ങൾക്കും എതിരല്ല, നിങ്ങൾക്കെതിരല്ല എന്നല്ല പറയുന്നത്, സാധാരണ മുസ്ലിങ്ങൾക്കും എതിരല്ല. ഞാൻ ഗാസൻ ജനതക്കെതിരല്ല. ഞാൻ കൃത്യമായിട്ട് ഇസ്രായേലും ഗാസയിലും ഒരേപോലെ സമാധാനം വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഹമാസ് എന്ന ഭീകര സംഘടന നശിച്ചാൽ മാത്രമേ അവിടെ സമാധാനം ഉണ്ടാവുന്ന അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഗാസൻ ജനത മുസ്ലിങ്ങളല്ലേ? നിങ്ങളല്ലേ ഈ മതം നോക്കി മാത്രം മനുഷ്യത്വം പറയുന്ന ആള്? ഞാൻ ഈ രണ്ട് സ്ഥലത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇസ്രായേലിൽ സമാധാനമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇസ്രായേൽ 1200 ആളുകളെ ഹമാസ് കൊല ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാന് ഇസ്രായേലിലും ഗാസയിലും ഞാൻ ഇറാനിയൻ ജനതയ്ക്കും ലോകത്തെ എല്ലാ സാധാരണക്കാരും സമാധാനത്തിൽ മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ഈ രാജ്യത്തെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും സമാധാനത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ എതിർക്കാറുള്ളത്, ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കാറുണ്ട്, ഞാൻ ഇവിടെയുള്ള തീവ്രവാദ സംഘടനകളെ എതിർക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാനൊരു വിശ്വാസി കൂടിയായിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഞാനുമായി ബന്ധപ്പെട്ട മതങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഞാനത് പറയാറുണ്ട്, അത് ഇനിയും തുടർന്ന് പറയുകയും ചെയ്യും. ഈ മുസ്ലിങ്ങൾ മൗനം പാലിക്കുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അത് നിങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയാം. ഹമാസ് ചെയ്തത് ഭീകരവാദ പ്രവർത്തനാന്ന് വെറുതെ മുസ്ലിങ്ങൾ എന്ന് വിളിച്ചു പറയുന്നു, അന്ന് ഇവിടെ സകല മതേതരത്വം ഉണ്ടാവും. അല്ലാണ്ട് ഹമാസിനെ അനുകൂലിക്കുന്നവർ മാത്രം മതേതരത്വം എന്ന് പറയുന്ന അജണ്ടയൊക്കെയാണ് ഞാൻ ഇവിടെ പൊളിച്ചറിയുന്നത്. ഞാൻ അതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ കുരു പൊട്ടിയിട്ടാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് കുരു പൊട്ടിയിട്ടോ അല്ലെങ്കിൽ എന്നോടുള്ള ചൊറിച്ചിലുണ്ടോ അല്ല നമ്മൾ എന്നെ വിളിക്കുന്നത്. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് എടുത്തു നോക്കുക. അല്ല, ഓക്കെ, പറഞ്ഞല്ലോ 1947 മുന്നേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഓട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പല രീതിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി കൊടുത്ത 1947 ഗാന്ധിജി അടക്കം എല്ലാ ആളുകൾ പല പീഡനങ്ങളും പല ആളുകളും മരണപ്പെട്ടതുണ്ട് ഈ ബ്രിട്ടീഷിന്റെ എതിരുള്ള യുദ്ധത്തിൽ ഇല്ലേ, പല ആളുകളും. അതേമാതിരി തന്നെ എനിക്കും പറയാൻ അവസരം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയണം. സ്വന്തം മണ്ണിൽ കാലുറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പാലസ്തീൻ ജനത അവിടെ ഹമാസ് ഒരു പേര് കൊണ്ട് മാത്രം ഹമാസ് അല്ല, പാലസ്തീൻ ജനത പോരാടുന്നത് എന്തിനാണ്? അവരുടെ മണ്ണിൽ അവർക്ക് കാലുറപ്പിച്ച് നിൽക്കാനല്ല ഫാസിലെ. പറയട്ടെ, അല്ലാതെ നമ്മൾ വെറും ഹമാസിന് മാത്രം ഒരു തീവ്രവാദികൾ, ഈ ഹമാസിന് ഇത്രയും ജനസപ്പോർട്ട് ആ മണ്ണിൽ കിട്ടാനും ഹമാസിന്റെ പിന്നാലെ ഇത്രയും ആൾക്കാർ ആ പാലസ്തീൻ ജനത മുഴുവൻ കൂടാനും എന്താ കാരണം? ചോദിച്ച ഒരു 3-4 ചോദ്യമാണല്ലോ, ഞാൻ എല്ലാത്തിനും ഓരോ മറുപടി പറയട്ടെ. അല്ല, അവർക്ക് സ്വാതന്ത്ര്യമാണെന്നുള്ള ആഗ്രഹം, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ഫാസിലിനും എനിക്കും ഒക്കെ ആഗ്രഹമുണ്ട്. നമ്മളിപ്പോ സ്വാതന്ത്ര്യത്തിലാണ് അല്ല, നമ്മൾ 1947 കാലഘട്ടത്തിന്റെ ബാക്കിലാണ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം. നിങ്ങളെ ചോദ്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മറുപടി പറയട്ടെ. നിങ്ങൾ കേൾക്കൂല, ഫാസിലിനും എനിക്കും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. മറുപടി പറയട്ടെ. നിങ്ങൾ ചോദ്യം ചോദിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് മറുപടി പറയട്ടെ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാൻ 1947 മുന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളും മറങ്ങും. ഫാസിലെ കൈ കിട്ടുന്ന വടിയും കുന്തവും വാളും കുറച്ചൊക്കെ കൊടുത്താണ്ട് നമ്മളും മറങ്ങും. ഇനി പറയട്ടെ, അത് സ്വന്തം ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ കേൾക്കൂ. ഇനി മറുപടി നിങ്ങൾ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, 2023 ഒക്ടോബർ 7 വരെ പലസ്തീൻ ഒരിക്കലും പറയുന്നില്ല. ഗാസ അടക്കി ഭരിച്ചിരുന്നത് ഹമാസും അതേപോലെ തന്നെ പലസ്തീൻ, അതായത് മറ്റ് സ്ഥലങ്ങളൊക്കെ പലസ്തീൻ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനങ്ങളുമായിരുന്നു ഈ പലസ്തീനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. 2023 ഒക്ടോബർ 7 വരെ ഗാസയിൽ യാതൊരു സ്വാതന്ത്ര്യ പ്രശ്നവും ഇല്ലായിരുന്നു. ഇത് രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചാല് ഹമാസിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നോട് എതിർക്കാം, ഞാൻ അംഗീകരിക്കും. നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് പോലെ ഞാൻ പറയുന്നതൊന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കും. അല്ല, ഇടപെടരുത്. നിങ്ങൾ സ്വാതന്ത്ര്യ മുതൽ പറഞ്ഞതല്ലേ ഇതിനൊക്കെ ഞാൻ മറുപടി തരട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞതിലെ തെറ്റ് നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് തോന്നുന്നത്. അതാണ് കളവ് പറയുമ്പോ ഞാൻ കളവല്ല പറയുന്നത്, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ, എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ. അതെ, കളവാണെങ്കിലും ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ അത് സമ്മതിക്കൂ? അതെ, ഫാസിൽ കളവ് പറയുകയാണെങ്കിൽ ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ഫാസിൽ പറയാം, ഞാനുള്ള അങ്ങോട്ട് വിളിച്ചത്. അതുകൊണ്ട് അല്ല, സ്വാഭാവികമാണ്. കള്ളത്തരായി തോന്നും. ഇനി ഞാൻ പറയട്ടെ,
അറിയുന്ന കാര്യമാണല്ലോ. അല്ല, ഹമാസ് അനുകൂലികൾക്ക് ഇത് കള്ളത്തരായി തോന്നും. അല്ല, ഹമാസ് അനുകൂലികൾ, തീവ്രവാദ അനുകൂലികൾക്ക് ഇത് കള്ളത്തരായി തോന്നും. നോർമൽ സ്റ്റേജിൽ തീവ്രവാദ അനുകൂലികൾക്ക് ഇത് കള്ളത്തരായി തോന്നും. ഞാനിത് മറുപടി പറയട്ടെ, നിങ്ങൾ എന്നോടല്ലേ ചോദിച്ചത്? നിങ്ങൾ സ്വന്തം പറയാതെ നിങ്ങൾ എന്നെ വിളിക്കണമെന്നുണ്ടോ? നിങ്ങൾ സ്വന്തം പറയാതെ നിങ്ങൾ എന്നെ വിളിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാസിൽ കളവ് പറയണമെന്ന് കേൾക്കാൻ. ഇല്ല, തീവ്രവാദ അനുകൂലികൾക്ക് അത് കള്ളത്തരായി തോന്നുമെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ പറയട്ടെ. ആ ചിന്താഗതി ഫാസിലിന്റെ അല്ല, ഫസൽ പറയുന്നത് തെറ്റാന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ട്, നിങ്ങൾ എന്നെ വിളിക്കണം. അല്ല, ഫസൽ പറയുന്നത് ഒക്കെ ഫസൽ വെറുതെ പറയുന്നതല്ല, യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ല ബുദ്ധി വെക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുക. ഞാനൊന്ന് പറയട്ടെ. ഇപ്പൊ ഈ നോളജിൽ ഈ ബുദ്ധിയിൽ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. നിങ്ങൾ കൂടുതൽ വിവരം വെക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഞാനത് പറഞ്ഞിട്ടെ. ഐസക് ന്യൂട്ടൻ ഞാനല്ലല്ലോ. അല്ല, ഐസക് ന്യൂട്ടന്റെ ബുദ്ധിയോ റോക്കറ്റ് സയൻസ് ഉണ്ടാക്കുന്ന ബുദ്ധിയോ അല്ല, റോക്കറ്റ് സയൻസ് ബുദ്ധിയൊന്നും വേണ്ട. ഇതിനൊരു സാമാന്യ, ഒരു സാധാരണ ഒരു പൊതുസമൂഹം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സാധാരണ ബുദ്ധി മാത്രം മതി. ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ എന്നെ വിളിച്ച സ്ഥിതിക്ക് എന്നെ ഒരു മറുപടി പോലും പറയാൻ സമ്മതിക്കാതെ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത്? ഞാൻ പറയട്ടെ. അല്ല, തീവ്രവാദ അനുകൂലികൾക്ക് അത് കളവായിട്ട് തോന്നുമെങ്കിൽ ഞാനൊന്ന് പറയുന്നത് നിങ്ങൾ കേട്ടൂടെ? ഫാസിലിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു വിഷമാണ് ഇപ്പൊ ഫാസിലിന്റെ മനസ്സിന്റെ ഉള്ളിൽ. നിങ്ങൾ എന്ത് വിഷയമായിട്ടാണ് എന്നെ വിളിച്ചതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊന്ന് നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരട്ടെ. ഓക്കെ, നിങ്ങൾ ചോദിച്ചതല്ലേ? നമ്മൾ കേൾക്കണല്ലോ. നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരാള് പോലും ബ്രിട്ടീഷുകാരുടെ ഭാര്യമാരെയോ മാതാവിനെയോ സഹോദരിമാരെയോ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല നമ്മുടെ ചരിത്രത്തിൽ പോലുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ. ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് അവിടെ കൊലപ്പെടുത്തിയിട്ട് ആ കൊലപ്പെടുത്തിയ സ്ത്രീ മൃതദേഹങ്ങളെ പോലും വെറുതെ വിടാതെ പീഡിപ്പിച്ചിട്ടുണ്ട് ഈ ഹമാസ് എന്ന ഭീകര സംഘടന. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരു കാലത്തും സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരുടെ സ്ത്രീകളെ ബന്ദിയാക്കിയിട്ട് 1 വർഷവും 1.5 വർഷവും എവിടെയും താമസിപ്പിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യ സമരം തന്നെയായിരുന്നു നയിച്ചിരുന്നത്. ഗാസയിൽ ഹമാസ് ചെയ്യുന്നത് ഒരു ഗാസൻ പ്രദേശം മൊത്തം അടക്കി ഭരിക്കുന്ന ഒരു ഒരു സംവിധാനം എന്തിനാണ് മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറുന്നത്? ഗാസയിൽ സകല സ്വാതന്ത്ര്യമുണ്ട്, ഇവര് തന്നെയായിരുന്നു ഭരിക്കുന്നത്. ഈ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ലോകത്തുള്ള സകല ജൂതരെ ഇല്ലാതാക്കണം, ഇസ്രായേൽ എന്ന സ്ഥലത്തുള്ള എല്ലാ ആളുകളെയും ഓടിക്കണം, എന്നിട്ട് ഇസ്രായേൽ പിടിച്ചെടുക്കണം എന്നാണ് ഈ ഹമാസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ഇസ്രായേൽ കഴിഞ്ഞാൽ ഓരോരോ സ്ഥലങ്ങളുടെ പ്ലാനുകൾ ഉൾപ്പെടെ ഇസ്രായേലി സൈന്യം ഗാസയിൽ ആക്രമണം നടത്തി ഓരോ ഹമാസ് കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ കൃത്യമായിട്ട് കാണാനും അവിടുന്ന് ഫോട്ടോകളും തെളിവുകളും ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്, ഈ പിടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ജനതയെ മൊത്തം ഇല്ലാതാക്കണം എന്ന് ഏതെങ്കിലും ഒരു സംഘടന തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടന ഭീകര സംഘടനയാണ്. ഹമാസ് ഒരു ഭീകര സംഘടനയാണ്. ഇസ്രായേലിലെ ഏതൊരു ജൂതനെ ഇല്ലാതാക്കണം എന്ന് മാത്രമാണ് അവരെ ലക്ഷ്യം. ഇനി ഈ ഹമാസ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരവും ഈ പലസ്തീനിലെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ സമരവും ഒരുപോലെ ആക്കരുത്. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, എന്നെ വിളിച്ച വ്യക്തിക്കൊക്കെ മതമാണ് 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 മതം മാത്രമാണ് വലുത്. അത് നമ്മുടെ രാജ്യത്തെ വിഷയങ്ങളാണെങ്കിലും പലസ്തീനിലെ ഹമാസ് ആണെങ്കിലും ലോകത്തേത് ഭീകരവാദ സംഘടനയും ഈ വ്യക്തിയൊക്കെ പിന്തുണയ്ക്കുകയും ചെയ്യും. കാരണം ഈ വ്യക്തിക്കൊക്കെ മതം മാത്രമാണ് വലുത്. മതം നോക്കി മാത്രമേ മനുഷ്യത്വം കാണൂ. ഇത്തരം ഒരുപാട് നെറികെട്ടവന്മാര് നമ്മൾക്കിടയിൽ നമ്മുടെ കേരളത്തില് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ.